ബികോം കഴിഞ്ഞിട്ട് ഏത് കോഴ്സാണ് എടുക്കേണ്ടത് നല്ലൊരു ജോലിക്കായിട്ട്? അല്ലെങ്കിൽ ബികോം കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ജോബ് വേക്കൻസീസ് ഉണ്ടോ, ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഗവൺമെൻറ് സെക്ടറിൽ അങ്ങനെ ജോബ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? പ്രൈവറ്റ് സെക്ടറിൽ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഏത് കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈ പേയിങ് ജോബ്സിനായിട്ട്? ഇതെല്ലാത്തിനുള്ള മറുപടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് റിയാലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. മൊത്തം ഇന്ത്യയിൽ 15 ലക്ഷം പിള്ളേരാണ് ഓരോ വർഷവും ബികോം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അതായത് നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ്. ബികോം ഡിഗ്രി നിങ്ങൾക്ക് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ സാലറി എന്നൊരു ജോലി നിങ്ങൾക്ക് നേടിത്തരും ബികോം ഡിഗ്രി കൊണ്ട് മാത്രം. മനസ്സിലായോ? കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിലെ ജോലികൾ ലിമിറ്റഡ് ആണ്. ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ മിക്കവരും ബികോം കഴിഞ്ഞിറങ്ങും, അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ബികോം എന്ന് പറഞ്ഞ്, പക്ഷേ അവരിൽ മറ്റെന്തെങ്കിലും സ്കിൽസോ സർട്ടിഫിക്കേഷനോ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഫ്രഷേഴ്സിന് ഒരു ജോലി കിട്ടുക എന്നുള്ള കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബികോം സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടെ സ്കിൽസ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ 8 മുതൽ 40 ലക്ഷം രൂപ വരെ ജോലി കിട്ടുന്ന അവസരങ്ങളുണ്ട് പ്രതിവർഷം. മനസ്സിലായോ? സോ ബികോം എന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ കാര്യങ്ങളോട് ചെയ്യുവാണെങ്കിൽ നല്ല ഫ്യൂച്ചർ കരിയർ ഗ്രോത്ത് ഉണ്ടാവും. പ്രധാനപ്പെട്ട 3 മേഖലകളാണ് ഗവൺമെൻറ്, പ്രൈവറ്റ്, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ്. ഗവൺമെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, പെൻഷൻസിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കോമ്പറ്റേറ്റീവ് ആണ്. നിങ്ങൾ 1-2 വർഷം 3 വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 3 to 8 ലക്ഷം രൂപ വരെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ആനം ആട്ടോ. പിന്നെ അതിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും ഗവൺമെൻറ് ജോബ് അല്ലേ. അതായത് കേരള PSC, SSC, ബാങ്കിങ് എക്സാംസ് ഉള്ള IBPS, SBI തുടർന്ന എക്സാംസ് ഉണ്ട് നിങ്ങൾക്കായിട്ട്. അതിൽ ഇൻകം ടാക്സ് ഓഫീസർ ആവും, ഓഡിറ്റർ പോസ്റ്റുകളുണ്ട്, അങ്ങനെ നിരവധി പോസ്റ്റുകളുണ്ട് ഗവൺമെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ. പ്രൈവറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിങ്ങിൽ ഇൻഷുറൻസ്, BPO, അക്കൗണ്ടിങ് തുടങ്ങിയ ജോലികൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിസ്റ്റ്, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ജോബാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ജോബ്. മാത്രമല്ല ഗ്രോത്ത്, അതായത് നിങ്ങളൊരു 30,000 സാലറി കയറുന്നു വിചാരിച്ചോ, നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകണം, നല്ല സാലറി വേണം, കരിയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൽസ് കൂടെ അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. സോ സാലറി 2 to 6 ലക്ഷം രൂപ പ്രതി വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹയർ സ്റ്റഡീസിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദുബായ്, അമേരിക്ക, UK, ഓസ്ട്രേലിയ തുടങ്ങിയ പല കൺട്രീസിലേക്കുള്ള സർട്ടിഫിക്കേഷനാണ് CA ചാർട്ടേഡ് അക്കൗണ്ട്സ്, അത് കമ്പനി സെക്രട്ടറി, CS, CMA, CFA, ACCA, MBA തുടങ്ങിയ സർട്ടിഫിക്കേഷൻസ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, കൺസൾട്ടിങ്, ഇങ്ങനത്തെ മേഖലകളാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഈ കോഴ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോപ്പാണ് ഇന്ത്യയിലും വിദേശത്തും. ഇത് ലോങ് ടേം ഹയസ്റ്റ് ഏർണിംഗ് പൊട്ടൻഷ്യൽ നൽകിയൊരു നല്ലൊരു കോഴ്സുകളാണ് CA ഒക്കെ. മനസ്സിലായോ? ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ 2 മുതൽ 5 വർഷം വരെ എടുക്കും. പക്ഷേ എന്നാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് നല്ല സാലറിയോട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. 8 to 50 ലക്ഷം രൂപ അതിന് മേളിലും കിട്ടും വരെയാണ് ആവറേജ് സാലറി ഒരു വർഷം. മനസ്സിലാവും? എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി കൂടി പോയിക്കൊണ്ടിരിക്കും, അതിന് മേളിലേക്ക് പോകും. ഗവൺമെൻറ് ജോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കേരള PSC എക്സാം ഉണ്ട്. അതിൽ അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ആയിട്ടോ, ജൂനിയർ ഓഡിറ്റർ ആയിട്ടോ, അല്ലെങ്കിൽ ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ടോ നമുക്ക് കയറി പറ്റാം. ബികോം എലിജിബിലിറ്റി മതി. ഇനി ബാങ്കിങ് എക്സാംസ് ആണെങ്കിൽ IBPS, PO, ക്ലർക്ക്, SBI പോലത്തെ എക്സാംസ് നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് നോളജ് വേണം, റീസണിങ് നോളജ് വേണം, ഇംഗ്ലീഷ്, GK ഇതൊക്കെ നിങ്ങൾ പ്രിപ്പയർ നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാവുന്നുള്ളൂ. SSC CGL ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവാം, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ആവാം. ഇതൊക്കെ നല്ല സാലറി ചെയ്യുന്ന ജോലികളാണ്. ബികോം ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. RBI ഗ്രേഡ് B എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ RBI ഗ്രേഡ് B ഒക്കെ നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിസർവ് ബാങ്കിലേക്കാണ് നിങ്ങൾ ഓഫീസായിട്ട് പോവുക. അതും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. അതുപോലെ ഇൻഷുറൻസ് എക്സാംസ് ഉണ്ട്. LIC, AAO, NIACL, അതുപോലെ റെയിൽവേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ജോലികളുണ്ട്. നിരവധി ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റികളാണ് ബികോമാർക്കുള്ളത്. മനസ്സിലായോ? നിങ്ങൾ PSC കാലണ്ടർ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക, എന്നൊക്കെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പ്രായം കുറവാണ്, നല്ലൊരു മീൻസ് നിങ്ങൾ 24 വയസ്സ്, 23 വയസ്സ്, 21 വയസ്സൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. മീൻസ് ഓരോ വർഷം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുക ഗവൺമെൻറ് എക്സാംസ്, ഒന്നും വിട്ട് കളയരുത്. അടുത്ത വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിലാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? എൻട്രി ലെവൽ അക്കൗണ്ടറായിട്ടോ, ജൂനിയർ അക്കൗണ്ടറായിട്ടോ നിങ്ങൾക്ക് ജോലി കയറാം. ബാങ്ക് PO ആയിട്ടോ, റിലേഷൻഷിപ്പ് മാനേജറൊക്കെ ആയിട്ടും കിട്ടും. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടോ, BPO ആയിട്ടോ, KPO ആയിട്ടോ, ഡേറ്റ എൻട്രി, MIS എക്സിക്യൂട്ടീവ്, GST പ്രാക്ടീഷണർ, ടാക്സ് അസിസ്റ്റന്റ്, നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് എൻട്രി ലെവലിൽ നിന്ന് കിട്ടുക. 2 to 4 ലക്ഷം രൂപയാണ് പ്രതിവർഷം സാലറി സ്റ്റാർട്ടിങ് കേട്ടോ. മിഡ് ലെവലിലേക്ക് പോകണം, കുറച്ച് കൂടി ലെവലിലേക്ക് പോകണമെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് അനലിസ്റ്റ് ആയിട്ട്, ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ് ആയിട്ട്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട്, ഓപ്പറേഷൻസ് മാനേജറായിട്ട് നിരവധി ജോബുകളാണ് മിഡ് ലെവലിൽ വരിക. ഇതിന് 5 to 12 ലക്ഷമാണ് പ്രതിവർഷ സാലറി. ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ, ഏതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ ഞാൻ പഠിച്ചാലാണ് എനിക്ക് നല്ല സാലറി കിട്ടുക? അത് നല്ലൊരു പവർഫുൾ സാലറി, നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, നല്ല റെസ്പെക്ട്, വിദേശത്തും സ്വദേശത്തും ജോലി ഓപ്പർച്യൂണിറ്റി കിട്ടുക. CA 3 to 4 വർഷം നിങ്ങൾക്ക് എടുക്കും ഇതിന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നല്ല ടഫായിട്ടുള്ളൊരു കോഴ്സാണ്. നിങ്ങൾ ബികോം ബേസ് ആണ്, ബികോം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് നിങ്ങൾ എഫർട്ട് ഇടുവാണെങ്കിൽ, നല്ല എഫർട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിറ്ററായിട്ടോ, ടാക്സ് ഓഫീസറായിട്ടോ, ഫിനാൻസ് സെക്ടറിലൊക്കെ നിങ്ങൾക്ക് കയറി പറ്റാം. 6 to 12 ലക്ഷം രൂപ സാലറി സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കിട്ടും. ആ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഹയർ സാലറി ഓരോ വർഷത്തെ നിങ്ങൾ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് കൂടി 50 ലക്ഷം രൂപ, 1 കോടി രൂപയൊക്കെ കിട്ടും. ഇനി CS പോകും, കമ്പനി സെക്രട്ടറിയിലേക്ക് പോകണമെങ്കിൽ 2 to 3 വർഷം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കാൻ. CA കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മോഡറേറ്റ് ആണ് ടഫ്നെസ് എക്സാമിൻ്റെ. CMA India
ഇത് 2 to 3 വർഷം എടുക്കും. അതുപോലെ തന്നെ CFA ഉണ്ട്, ACCA UK 2 to 3 വർഷമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. 6 to 12 ലക്ഷം രൂപ സാലറിയാണ്. അത് ഗ്ലോബൽ അക്കൗണ്ടിങ് ആണ്. മീൻസ് 150 കൺട്രിയിലധികം ഈ ഒരു സർട്ടിഫിക്കേഷൻ വാലിഡ് ആണ്. അതായത് നിങ്ങൾക്ക് പല കൺട്രീസിലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും. CPA USA 1 to 2 വർഷമാണ് കംപ്ലീറ്റ് ചെയ്യാനാണ് വേണ്ടത്. US അക്കൗണ്ടിങ് ആണ്. അത് നേരിട്ട് നിങ്ങളെ US മൾട്ടിനാഷണൽ കമ്പനീസിൽ റിക്രൂട്ട് ചെയ്യും. 7 to 20 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് സാലറി. MBA ഫിനാൻസ് മാർക്കറ്റിംഗ്, ഇത് രണ്ടുമാണ് നല്ല സ്കോപ്പ് ഉള്ളത്. അതായത് MBA നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു കോളേജ്, റെപ്യൂട്ടഡ് കോളേജ്, അത് IIM പോലത്തെ വലിയ കോളേജ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ പല കോളേജുകളുണ്ട് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അവിടെ പോകണം. കാരണം അവിടെ നിങ്ങൾക്ക് നല്ലൊരു റിക്രൂട്ട്മെന്റ്, നല്ല പാക്കേജോടുകൂടി നിങ്ങൾക്ക് ജോബ് പ്ലേസ്മെന്റ് കിട്ടുക. മനസ്സിലായോ? FRM പോലെ നിരവധി കോഴ്സാണ് ഈ കാണുന്നത്. ഇനി ഷോർട്ട് ടേം കോഴ്സ് 3 to 6 മാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടേം കോഴ്സാണ്. ഓരോ വേക്കൻസികൾക്കും നമുക്ക് അത്യാവശ്യമാണ് ഇതൊക്കെ. ടാലി പ്രൈമ GST സർട്ടിഫിക്കേഷൻ ഒക്കെ ഭയങ്കര അത്യാവശ്യമാണ്. നിങ്ങളൊരു അക്കൗണ്ടൻ്റായിട്ട് കയറുവാണെങ്കിൽ ഈ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരു 15 to 30,000 രൂപയ്ക്ക് ആവുള്ളൂ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 3 to 6 മാസം ആവുള്ളൂ. അത് ഫിനാൻഷ്യൽ മോഡലിംഗ്, വാല്യുവേഷൻ, Excel, DCF, കമ്പനി അനാലിസിസ്. അത് നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് കയറണമെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലേക്ക് കയറണമെങ്കിൽ ഈ പറഞ്ഞ കോഴ്സസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ച് ഈ പറഞ്ഞ സ്കിൽസ് നിങ്ങളുണ്ടാവണം. ഡേറ്റ അനലിസ്റ്റ്, പവർ BI, Excel, ഇത് നല്ല ഹൈ ഡിമാൻഡാണ്. ബിസിനസ് അനാലിസ്റ്റ് റൂൾസിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ സ്കിൽസ് അത്യാവശ്യമാണ്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, SM, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇതൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി 4 to 10 ലക്ഷം രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഇതിൻ്റെ നോളജൊക്കെ ഉണ്ടെങ്കിൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാ കാര്യവും നടക്കുക, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ നല്ല സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സാലറി തന്നെ കയറാൻ പറ്റും. ബിസിനസ് മറ്റൊന്നും തന്നെ ബിസിനസ് അനാലിറ്റിക്സ് സർട്ടിഫിക്കേഷൻ, ഇത് വലിയ വലിയ കമ്പനികളുടെ മിക്കൻസി, അതുപോലെ Capgemini ഒക്കെ നിങ്ങൾക്ക് ഹയറിംഗ് ആണ്. ഈ പിന്നെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് കയറി പറ്റാം. സർട്ടിഫിക്കറ്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, CIB, ഇത് JP Morgan, ഗോൾഡ്മാൻ സാച്ച് പോലുള്ള കമ്പനികളിൽ കയറണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവണം. 15 ലക്ഷം രൂപ വരെ സാലറി സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും. നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. എബ്രോഡ് ഓപ്പർച്യൂണിറ്റി, ഹൗ ടു ബിൽഡ് എ ഗ്ലോബൽ കരിയർ ആഫ്റ്റർ BCom. UAE നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള കൺട്രിയാണ്. ദുബായ്, അബുദാബി, ഇവരൊക്കെ ഒരുപാട് ACCA, CPA കാര്യമൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ല സാലറിയാണ്. അതുപോലെ ടാക്സും പിടിക്കില്ല അവർ. കാനഡ നോക്കുകയാണെങ്കിൽ CPA കാനഡ, അത് നിങ്ങളുടെ ഒരു അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല പോയിന്റ് കിട്ടും. എക്സ്പ്രസ് എൻട്രിക്കൊക്കെ വേണ്ടി, അത് ഇമിഗ്രേഷനൊക്കെ വേണ്ടി. ഓസ്ട്രേലിയ CPA, അതുപോലെ UK ACCA, USA CPA, സിംഗപ്പൂർ ഫിനാൻഷ്യൽ ഹബിലേക്ക് CFA, SCA കാര്യമൊക്കെ നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ ഗ്ലോബൽ സർട്ടിഫിക്കേഷനുകൾ ഉണ്ടാവണം ഈ പറഞ്ഞ ജോലികളൊക്കെ കിട്ടണമെങ്കിൽ. അതായത് ACCA 150 കൺട്രീസ് അധികം ഇത് റെക്കഗ്നൈസ്ഡ് ആണ്. ബിഗ് 4 കമ്പനികളിലെ EY, Deloitte, PwC, KPMG തുടങ്ങിയ കമ്പനീസൊക്കെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യും. CPA USA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് US മൾട്ടിനാഷണൽ കമ്പനീസിൽ ഇന്ത്യയിലുള്ളതോ അല്ലെങ്കിൽ ഡയറക്റ്റ് അമേരിക്കയിൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടും. CFA, CMA USA, ഡിപ്ലോമ ഇൻ IFRS, അതുപോലെ തന്നെ BCom plus ACCA അല്ലെങ്കിൽ CPA, ഇതൊക്കെ നിങ്ങളെ ലൈഫ് സെറ്റിൽ ചെയ്യും. ഈ വെറും ഈ BCom ഡിഗ്രി മാത്രം കൈ വെച്ചുകൊണ്ടിരിക്കാതെ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം. ഇങ്ങനെ കമ്പാരിഷൻ BCom മറ്റുള്ള കോഴ്സുകൾ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. BCom മാത്രം ഉള്ളെങ്കിൽ 2 to 4 ലക്ഷം സാലറിക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, ഫ്രഷേഴ്സിനോ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഇത്ര സാലറി നിങ്ങൾക്ക് കിട്ടും. 3 to 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ BCom മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 to 6 ലക്ഷം സാലറിയാണ് കിട്ടുക. സീനിയർ 6 to 10 വർഷം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 to 10 ലക്ഷം വരെ കിട്ടുള്ളൂ. മനസ്സിലായോ? BCom വെച്ച് മാത്രം. ചെറിയ സ്മോൾ ഫേംസിലോ ലോക്കൽസിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. പക്ഷേ BCom പ്ലസ് ടാലി അല്ലെങ്കിൽ GST ഉണ്ടെങ്കിൽ 3 to 5 ലക്ഷം സാലറിക്ക് നിങ്ങൾക്ക് കയറാം. അതായത് മിഡ് ലെവലിൽ 5 to 8 ലക്ഷം രൂപയായി മാറും. സീനിയർ ലെവലിൽ 8 to 12 ലക്ഷം രൂപയായി മാറും. അല്ല BCom മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ 4 to 6 ആണ് സ്റ്റാർട്ടിങ്. മിഡിലേക്ക് പോകുമ്പോൾ 8 to 15, അപ്പർ ലെവൽ 15 to 25. അതുപോലെ BCom പ്ലസ് MBA ഉണ്ടെങ്കിൽ 10 to 20 സ്റ്റാർട്ടിങ്, 20 to 40 മിഡ് ലെവൽ, സീനിയർ ലെവൽ 40 to 80. അതിൻ്റെ മുകളിലേക്ക് പോകും. BCom പ്ലസ് CA 6 to 12 സ്റ്റാർട്ടിംഗ് ആണ്, 15 to 25 മിഡ് ലെവലാണ്, 25 to 50 സീനിയർ ലെവലാണ്. ഈ പറഞ്ഞ പോലെയാണ് MBA, CA, CFA, ഇതൊക്കെ അതിനും ഈ ത്രഷോളിനും മുകളിലേക്കും പോകും. മനസ്സിലായോ? BCom CFA അതുപോലെ തന്നെ BCom ACCA പ്ലസ് എബ്രോഡിൽ വേക്കൻസി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മാക്സ് 1 കോടിക്ക് മുകളിൽ നിങ്ങൾക്ക് സാലറി ഒരു പ്രതിവർഷം കിട്ടും. സ്റ്റാർട്ടിങ് തന്നെ 15-30 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവും? ഇനിയാണ് കേരളത്തിലെ പിള്ളേർക്കുള്ള സ്പെഷ്യൽ ടിപ്സ്. കേരളം നല്ല ലിറ്ററസി ഉള്ളൊരു സംസ്ഥാനമാണ്. പക്ഷേ എന്നാലും കേരളത്തിലെ ജോബ് മാർക്കറ്റ് ഡള്ളൊന്നുമല്ല. IT, ടൂറിസം, ഹെൽത്ത് കെയർ മേലുള്ള മേഖലകളിൽ പല ജോലികളും നല്ല ബൂമായിട്ടുണ്ട്. കൊച്ചിയിൽ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തെ, അവിടെ MNCs ആയിട്ടുള്ള EY, Deloitte, KPMG തുടങ്ങിയ കമ്പനീസിനൊക്കെ പല പല ഓഫീസുകളുണ്ട്. ഇതിനൊക്കെ ടാർഗറ്റ് ചെയ്യുക നിങ്ങൾക്ക് ജോബിനായിട്ട്. പല സ്റ്റാർട്ടപ്സ് ഉണ്ട് കേരളത്തിൽ, അതൊക്കെ ടാർഗറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയൊരു കോപ്പറേറ്റീവ് ബാങ്ക്സിലോ KSFEയിലൊക്കെ നിങ്ങൾ ജോബ് നേടിയെടുക്കാൻ നോക്കുക. ഗോൾഡ് ലോൺ അല്ല NBFC സെക്ടേഴ്സൊക്കെ, മുത്തൂറ്റ്, മനപ്പൂരമൊക്കെ പോലെ. അതുപോലെ തന്നെ റിമോട്ടഡ് വർക്ക്, നിങ്ങൾക്ക് ഗ്ലോബൽ കമ്പനീസ് കേരളത്തിലുള്ള റിമോട്ടഡ് വർക്കിനായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനാലിസ്റ്റ് പോലത്തുള്ള വേക്കൻസികൾക്ക്. പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് അഡ്വാൻറ്റേജ്, മലയാളം പ്ലസ് ഇംഗ്ലീഷ് കൂടെ ഉണ്ടെങ്കിൽ ബില്ലിംഗിലാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനൊക്കെ മൾട്ടി ലാംഗ്വേജ് കസ്റ്റമേഴ്സൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു റോൾസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതാണ് നിങ്ങൾ 90 days ആക്ഷൻ പ്ലാൻ എന്ന് നിങ്ങൾക്ക് സ്പെഷ്യലി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ സെൽഫ് അസസ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾ സ്വന്തം ഒന്ന് വിലയിരുത്തുക, സ്വന്തം പേഴ്സണാലിറ്റി. നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ആണ് ഇഷ്ടം, അത് മാനേജ്മെൻ്റ് ആണ് ഇഷ്ടം, നിങ്ങൾക്ക് ഇന്ത്യയിൽ പഠിക്കണോ, അത് എബ്രോഡിൽ പോകണോ, ഇന്ത്യയിൽ ജോബ് വേണോ അല്ലെങ്കിൽ എബ്രോഡിൽ ജോലി വേണോ, ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുക ആദ്യത്തെ 1-2 ആഴ്ച കൊണ്ട്.
പിന്നെ 3-4 ആഴ്ച കൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്, ഹയർ സ്റ്റഡീസ് ഇതിൽ ഏതുവാണ് നിങ്ങൾ തീരുമാനിക്കുക. 5-6 ആഴ്ചയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില്ല് അക്വയർ ചെയ്യുക. ടാലി GST 5,000 കൊടുത്താൽ ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് 10-15,000 രൂപ നിങ്ങൾക്ക് കിട്ടും. CFA ലെവൽ 1 പ്രിപ്പയർ ചെയ്യുക. 7-8 ആഴ്ചയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നല്ല റിസ്യൂമ് പ്രിപ്പയർ ചെയ്യുക, ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്യുക. BCom ഗ്രാജുവേറ്റ് ആസ്പയറിംഗ് റോൾസ് എന്നൊക്കെ പറഞ്ഞു. 9-10 ആഴ്ചയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ CV വെച്ചിട്ട് നോക്കറി, ഗൾഫിലോ നോക്കറി ആപ്ലിക്കേഷൻ, ഇന്ത്യയിലോ ലിങ്ക്ഡിനിലോ ഇൻഡീഡ് പോലെ ഇഷ്ടംപോലെ കമ്പനി വെബ്സൈറ്റ്സ് ഇഷ്ടംപോലെ നിങ്ങൾക്കുണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള. ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക. കാരണം നിങ്ങൾക്ക് പല അവസരങ്ങൾ വരും. ഒന്നിൽ ഇൻ്റർവ്യൂസ് ആണ് അറ്റംപ്റ്റ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും. സോ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, BCom ഈസ് നോട്ട് ദ എൻഡ്, ജസ്റ്റ് ഒരു തുടക്കമാണ്. കാരണം പല കോഴ്സുകളിലേക്കും പല സ്കില്ല് ബിൽഡ് ചെയ്യാനുള്ള ഒരു തുടക്കമാണത്. ഓക്കെ, ജസ്റ്റ് ബേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫ്യൂച്ചറിൽ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇട്ടിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.